ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെമിനാസ് കിച്ചൻ മാജിക്. നമ്മുടെ നാടൻ പലഹാരമായ അരിയുണ്ട വളരെ ടേസ്റ്റിൽ തയ്യാറാക്കി നോക്കിയാലോ. ഇതിനാവശ്യമായത് 1.5 കപ്പ് പുഴുക്കൽ അരിയാണ്. ഇത് റേഷൻ അരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വെള്ള അരി ആണെങ്കിലും കുഴപ്പമില്ല, പുഴുക്കൽ അരി തന്നെ വേണം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട തയ്യാറാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ഹെൽത്തിയുമാണ്. വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട തയ്യാറാക്കാൻ ചില ടിപ്സുകൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവൻ കാണുക. ഇത് അരിയൊക്കെ അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട്. അരി വറുക്കുമ്പോഴേക്കും മുഴുവൻ അരികളും ഇതുപോലെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ കരിയാൻ പാടില്ല, കൈയെടുക്കാതെ വറുത്തെടുക്കുക. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ശർക്കരയാണ്. 1.5 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഏലക്ക. ഇനി തേങ്ങയാണ് വേണ്ടത്. 1.5 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 2 രീതിയിലാണ് നമ്മളിവിടെ പൊടിച്ചെടുക്കുന്നത്. ഈ അരിയുണ്ട നല്ല സൂപ്പർ ടേസ്റ്റ് ആകാൻ കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, അത്യാവശ്യം തരികളും എങ്കിലും സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു അരിയുണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരിയിൽ നിന്ന് ഒരു 4-5 ടേബിൾ സ്പൂൺ അരി ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ശർക്കര, 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുത്തു. എത്ര പൊടിച്ചാലും അരിയിൽ നല്ല തരിതരിപ്പ് കാണും. ശർക്കരയും തേങ്ങയുടെയൊക്കെ നനവ് കൊണ്ട് നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇതുപോലെ തരിതരിപ്പ് കാണും. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരി ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചെടുത്തോണം. ഇതിൽ തേങ്ങയും ശർക്കരയും ഒന്നും ചേർക്കരുത്, അരി മാത്രമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇങ്ങനെ പൊടിച്ചെടുത്താൽ ഒരുപാട് തരികൾ ഉണ്ടാവില്ല. നമ്മൾ ഉണ്ട ഉണ്ടാക്കുമ്പോഴേക്കും ഒത്തിരി കട്ടിയും ആകുകയില്ല. നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. ഇത് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഇല്ലാതെ തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു വലിയ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്യാനാണ് വലിയ ജാറിലേക്ക് മാറ്റുന്നത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും അരിയുണ്ട ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അരി വറുത്ത് ഇടിച്ചാൽ ശരിയാകത്തില്ല, കട്ടിയായി പോകും എന്നൊക്കെ പരാതിയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് സ്വീകരിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഒരു പലഹാരമാണ്. ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തേങ്ങയും ശർക്കരയും ഞാൻ ഇതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചാറിലിട്ടത് ഒന്ന് അടിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ശർക്കരയും തേങ്ങയൊക്കെ ആയതുകൊണ്ട് നല്ല കുഴഞ്ഞ് ഇരിക്കുകയാണ്. നമ്മുടെ പൊടിയായിരുന്നു ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മളിത് പൊടി അല്ലാതെ നേരത്തെ അടിച്ചു വെച്ച തരിതരിപ്പുള്ളതും കൂടെ ഇതിൽ മിക്സ് ചെയ്യുവാണ്. ഇതേ തരിതരിപ്പുള്ള പൊടി നേരത്തെ ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ അടിച്ചു വെച്ചതും ഇപ്പോൾ അടിച്ചു വെച്ചതും കാണാം. രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഒരു 6-7 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഈ ജാറിൽ തന്നെ പൊടിച്ചെടുക്കാം. അത് ഞാൻ പൊടിച്ച് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പൊടി മാത്രം, അതിൻ്റെ അരി മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കാഷ്യൂനട്ടും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പിടി കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും അത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കിസ്മിസ് നന്നായി കഴുകി വെള്ളം കളഞ്ഞെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം.
നെയ്യ് ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നല്ല മണമായിരിക്കും. നമുക്ക് ഉണ്ട പിടിക്കുമ്പോഴും നല്ല വേഗത്തിൽ ഉണ്ട പിടിക്കാനും സാധിക്കും. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരിയുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേഗം ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ട പിടിക്കാവുന്നതാണ്. ഇനി ഉണ്ട പിടിച്ചില്ലെങ്കിൽ പോലും ഈ രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇൻഷാ അല്ലാഹ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.